വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്കിലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 7th ജൂൺ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 9th ജൂൺ മുതൽ 13th ജൂൺ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വീക്കിലെ പോളിസി റിവ്യൂ അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ റിപ്പോ റേറ്റ് 50 ബേസിസ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ 0.5% കട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ 100 ബേസിസ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ 4%-ൽ നിന്ന് 3%-ലേക്ക് കുറയ്ക്കാനുള്ള തീരുമാനമാണ് വന്നിട്ടുണ്ടായിരുന്നത്. എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ കട്ടാണെങ്കിലും 50 ബേസിസ് പോയിൻറ്റ്സിൻ്റെ കട്ടാണ് RBI പ്രഖ്യാപിച്ചത്. എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കൂടി നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയുന്നതോടുകൂടി ഹൗസിംഗ് സെക്ടറിലുള്ള EMIകളെല്ലാം കുറയും. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിലും ഉള്ള ഓട്ടോമൊബൈൽസിലെ ലോണുകൾ എടുത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും EMIകളൊക്കെ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് വരുന്നതോടുകൂടി കൂടുതൽ ഓട്ടോമൊബൈൽസിൻ്റെ സെയിൽസും റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ള നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീക്കിൽ തന്നെ കാണുകയുണ്ടായി ശോഭയും പ്രസ്റ്റീജും പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ വളരെ ഊർന്നു പോകുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ആ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളത്. അത് സ്റ്റോക്കുകൾക്ക് മാത്രമല്ല, പേഴ്സണലി പല നമ്മൾ പോലുള്ള ഇൻഡിവിജ്വൽസിന് ലോണുകളുള്ള ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ EMI അല്ലെങ്കിൽ ലോൺ അടയ്ക്കേണ്ട പീരീഡൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം വരുന്ന ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിലെ ഇൻകം ടാക്സിൻ്റെ അപ് ടു 12 lakhs ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ള പുതിയ ഒരു കൺസെഷൻ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഈ വർഷം അതുപോലെയുള്ള കുറേയധികം ഡിസ്പോസിബിൾ ഇൻകം ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ റേറ്റ് കട്ട് വരുന്നതോടുകൂടി ലോണുകളുടെ EMI എല്ലാം കുറയുമ്പോൾ കൂടുതൽ ഇൻകം സ്പെൻഡ് ചെയ്യാനായിട്ട് മിഡിൽ ക്ലാസ് ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ വരുന്നത് കുറേയധികം കൺസംഷൻ സ്റ്റോക്കുകളിലേക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസായിട്ട് തന്നെ നമ്മൾ കാണണം. എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടർ, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ മറ്റ് കൺസംഷൻ സ്റ്റോക്കുകളിൽ ഇത് മാത്രമല്ല, നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എല്ലാ കമ്പനികൾക്കും കുറേയധികം ഡെറ്റ് ഉണ്ടായിരിക്കുമല്ലേ. അപ്പോൾ എടുത്തിരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡെറ്റുകളിലെല്ലാം അവർ ഇൻട്രസ്റ്റ് റേറ്റുകളും കുറവ് വരുമ്പോൾ അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ വരും ക്വാർട്ടേഴ്സിലെല്ലാം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷന് കാരണമായത് ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അടുത്ത ക്വാർട്ടറുകളിലെല്ലാം പ്രോഫിറ്റുകൾ കൂടാനുള്ള വളരെ പോസിബിലിറ്റി ഇതുകൊണ്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നിഫ്റ്റിയൊക്കെ ഈ വർഷം അവസാനിക്കുമ്പോൾ 26ൻ്റെ അവസാനത്തോടെ എത്തുമ്പോഴേക്കും 28,000-ലേക്കൊക്കെ വരും എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂസാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഒരു വാർലൈക്ക് സിറ്റുവേഷനിൽ ഇന്ത്യയുടെ ഡിഫൻസ് പ്രോഡക്ട്സിൻ്റെ ഒരു ക്വാളിറ്റി വേൾഡിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഡിഫൻസ് സെക്ടർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈവൻ കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വഴി റാലി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടെ നിന്നും കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ നമ്മൾ കണ്ട് പലപ്പോഴും നമുക്ക് മാർക്കറ്റ് ചില സമയത്ത് ഇതുപോലെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ടുള്ള പീരീഡായിരിക്കും. ആ ഒരു ബോറിംഗ് ആയിട്ടുള്ള പീരിയഡിൽ പലരും മാർക്കറ്റ് തന്നെ ഉപേക്ഷിച്ച് പോകാറുണ്ട്. പക്ഷേ ഈ ഒരു പീരിയഡിലും മാർക്കറ്റിൽ വളരെ ക്ഷമയോടുകൂടി നിൽക്കുന്നവരാണ് അടുത്ത ഇതുപോലെയുള്ള ഒരു റാലിക്ക് തൊട്ട് മുമ്പ് ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ വരുന്ന സമയത്ത് അതിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അടുത്തൊരു റാലിക്കുള്ള തയ്യാറെടുപ്പായിരിക്കും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൾ. ഇപ്പോൾ നമുക്കറിയാം 3 പ്രാവശ്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകളാണ് നടന്നിട്ടുള്ളത്. എന്തായാലും RBI പ്രാവശ്യത്തോടുകൂടി ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻസിൽ നിന്ന് ന്യൂട്രലായിട്ടുള്ള സ്റ്റാൻസിലേക്ക് മാറുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇനി വരുന്ന പോളിസി റിവ്യൂകളിൽ ഓഗസ്റ്റിലൊന്നും
റേറ്റ് കട്ട് ഉണ്ടാകണം എന്നില്ല. പക്ഷേ ഇതൊരു വളരെ നല്ലൊരു രീതിയിലേക്ക് ഇപ്പോൾ 5.5% റിപ്പോ റേറ്റ് കട്ട് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്കൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള റേറ്റിലുള്ള ലോണുകൾ ലഭിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ വലിയ ചേഞ്ച് വരും. അതുപോലെ സെയിൽസിലും കാര്യമായിട്ടുള്ള ചേഞ്ച് വരാനുള്ള ഒരു പോസിബിലിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൊണ്ട് നമുക്ക് പലരുടെയും EMIസിലും ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ്, ആ ഒരു എഫോർഡബിലിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ അങ്ങനെയും ഒരു ഓപ്ഷൻ വരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ ഈ വർഷം നമുക്കറിയാം 12 lakhs ഇൻകം ടാക്സ് എക്സംഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാരും 1 lakh, അതായത് 12 lakhs എന്ന് പറഞ്ഞാൽ 1 lakh അപ് ടു 1 lakh സാലറി ഒരു മാസം ലഭിക്കുന്നവരെല്ലാം ടാക്സ് സ്ലാബിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയൊരു എമൗണ്ട് ജനങ്ങളുടെ കയ്യിൽ, മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കും. അതെല്ലാം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സെയിൽസിന് ബൂസ്റ്റ് ചെയ്യാവുന്ന പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റിന് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു ബേസാണ് ഇപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോടുകൂടി വരുന്നത്. അത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ നമ്മൾക്ക് ഇപ്പോഴേ തയ്യാറെടുക്കാം. ഞങ്ങൾ കുറച്ചധികം റെക്കമെൻഡേഷൻസ് നൽകിയിരുന്നതെല്ലാം അണ്ടർ പെർഫോം ചെയ്തിരുന്ന സ്റ്റോക്കുകളിലെല്ലാം കഴിഞ്ഞ വീക്കിലെല്ലാം ഞങ്ങൾ കുറേ കൂടെ സ്റ്റോക്കുകളെ ആഡ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. കാരണം നമ്മുടെ സ്റ്റോക്കുകളെല്ലാം ടാർഗറ്റ്സിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടിയിരിക്കുകയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോടുകൂടി. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ആണ്. നിഫ്റ്റി 25,003 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് ശേഷം ഉണ്ടായിരുന്ന ഒരു റാലിയോടുകൂടി കഴിഞ്ഞ വീക്കിൽ 252 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി 25,003 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. ചാർട്ടിൽ നമുക്ക് കാണാൻ ആ സപ്പോർട്ട് ലെവലായിരുന്ന 21,821 രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് മൂവ് ചെയ്ത് നിഫ്റ്റി ഇപ്പോഴും 25,000 മുകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് നിഫ്റ്റിയുടെ 25,900 വരെ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു മൂവ്മെൻറ്റിന് ശേഷം നമുക്ക് അടുത്തൊരു ടാർഗറ്റ് കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 737 പോയിൻറ്റ്സ് ഉയർന്ന് 82,188 വന്ന് ക്ലോസ് ചെയ്തത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 1,590 പോയിൻറ്റ്സിൻ്റെ വലിയൊരു റാലിയോട് കൂടി 59,010 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും വളരെ നല്ല രീതിയിലൊരു റാലിയോട് കൂടി 699 പോയിൻറ്റ്സ് ഉയർന്ന് 18,852 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയേക്കാൾ കൂടുതൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലും മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലുമാണ് ആക്ടിവിറ്റി നടന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് കുറേയധികം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ നമ്മൾ കണ്ടത്. എന്നാലും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറേയധികം ബെനിഫിറ്റ് ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ നമ്മൾ കഴിഞ്ഞ RBI പോളിസിയിൽ RBI GDPയുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഗ്രോത്ത് 6.5%-ലാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ ക്വാർട്ടറിലേത് 7.5%-ൻ്റെ GDP ഗ്രോത്ത് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തേത് 6.5%-ൻ്റെ GDP ഗ്രോത്തും ആയിരുന്നു കണ്ടിരുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഇൻഫ്ലേഷൻ 4%-ൽ നിന്നും 3.7%-ലേക്കാണ് കുറയും എന്നുള്ളതാണ് RBI എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഇന്നലത്തെ പോളിസി റിവ്യൂവിൽ നിന്നും നമ്മൾ കണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അതുപോലെ നമ്മൾ മറ്റു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും സംസാരിച്ചതാണ് BSE എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ച്. BSE കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ 2,448 ട്രേഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് 2,933 ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിലും ഒരു 9.69% BSE ഉയർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. BSE നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് കഴിഞ്ഞ
സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കറക്ഷനിൽ 1227 വരെയും കറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ സ്റ്റോക്ക് ഒരു 2000 ലെവലിൽ നിന്ന് എത്തിയതിന് ശേഷം അവിടെ നിന്ന് 1200 ലെവലിലേക്കൊക്കെ കറക്റ്റ് ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഇത് എക്സ് ബോണസിന് ശേഷമുള്ള റേറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ എക്സ് ബോണസ് ആകുന്ന സമയത്ത് BSE 7000 ലെവലിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സ്റ്റോക്കുകൾ ഉയർന്നു വരുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതിപ്പോൾ. ഇങ്ങനെ വരുന്ന സമയത്ത് ചില സമയത്ത് 2000 നിന്ന് ആ സ്റ്റോക്ക് 1300 താഴേക്ക് പോയപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ളൊരു സ്റ്റോക്കാണ് BSE എന്നുള്ളൊരു ഞാനൊരു ഡിസ്ക്ലൈമർ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. അപ്പോൾ ആ BSE അങ്ങനെ വരുന്നൊരു സമയത്ത് പോർട്ട്ഫോളിയോയിൽ വലിയൊരു ലോസ് അല്ലെങ്കിൽ വലിയൊരു കുറവൊക്കെ കാണിക്കുമെന്നുണ്ടെങ്കിലും വീണ്ടും അത് റാലി ചെയ്ത് നമ്മൾ മുകളിലേക്ക് വരും. കാരണം നമുക്കത് ഇടയ്ക്ക് ചില സ്റ്റോക്കുകൾ നമ്മൾ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങുന്ന സ്റ്റോക്കുകൾ ഇടയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു പക്ഷേ ലോവർ ലെവലിൽ തിരിച്ച് ബൈ ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇതുപോലെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ലൈഫ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ആ ഒരു സ്ട്രാറ്റജിയിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു വെൽത്ത് നമുക്ക് ആ സ്റ്റോക്കുകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അതുപോലെ മറ്റു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ള സ്റ്റോക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് ഒരു 22.88% ഉയർന്ന് 2392 വന്നിട്ടുണ്ട്. നമുക്കറിയാം സെപ്റ്റംബർ മന്തിലൊക്കെ ആ സ്റ്റോക്ക് കറക്ഷനിൽ വന്നപ്പോൾ 1200 ലെവലിലേക്കൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ വലിയൊരു റാലിയാണ് നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ള സ്റ്റോക്ക് ആക്ച്വലി നമുക്കറിയാം കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാം. ഈ കമ്പനിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്ക് ഒരു 3-4 വർഷം മുമ്പാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ലിസ്റ്റ് ചെയ്തപ്പോൾ ആ ആഴ്ചയിൽ തന്നെ നമ്മളൊരു 600 ലെവലിൽ സ്റ്റോക്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊരു ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നതാണ്. ആ സ്റ്റോക്കാണ് ഇപ്പോൾ 2000 മുകളിൽ വളരെ നല്ല ഫേമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പേഴ്സണലി ഞാൻ ഒരു ഡിസ്ക്ലെമറായിട്ട് പറയാനുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മകളുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ചധികം ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള ഒരു ക്വാണ്ടിറ്റി കൊണ്ട് തന്നെ മകളുടെ പോർട്ട്ഫോളിയോ വളരെ നല്ല രീതിയിലേക്ക് പ്രോഫിറ്റിലേക്ക് ഈവൻ ഈ കറക്ഷന് ശേഷം വീണ്ടും വളരെ നല്ല പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ വീക്കിലും കുറച്ച് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ സംസാരിക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ലൊരു പെർഫോമൻസോട് കൂടി ഈ സ്റ്റോക്ക് പല ബിസിനസ്സിലും ഉള്ളതാണ്. ഡൈവേഴ്സിഫൈഡ് എന്നുള്ള ഇൻഡസ്ട്രിയിലാണ് നമുക്കിത് പെടുത്താൻ പറ്റുക. കഴിഞ്ഞ വീക്കിൽ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1359 ഈ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മുത്തൂറ്റ് ഫിനാൻസ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിൽ RBIയുടെ പോളിസി റിവ്യൂവിനോടൊപ്പം തന്നെ ഗോൾഡ് ലോണിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ റെസ്ട്രിക്ഷൻസിൽ ഇപ്പോൾ നമുക്കറിയാം 75% കൂടുതൽ ഗോൾഡിൻ്റെ വാല്യൂ കൂടുതൽ ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ 2.5 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് 2.5 ലക്ഷത്തിൽ കൂടുതൽ ഉള്ള എമൗണ്ടിന് കുറവുള്ള എമൗണ്ടിന് 85% വരെ ലോൺ ഗോൾഡിൻ്റെ വാല്യൂവിൻ്റെ ലോൺ കൊടുക്കാമെന്ന് ഉള്ള LTV എന്ന് പറയുന്ന ഒരു ലോൺ എമൗണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഗോൾഡ് ലോൺ എടുക്കുന്നതിലധികം പേരും ഈ 2 ലക്ഷത്തിൽ താഴെയുള്ള എമൗണ്ടാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ക്ലാസ്സും ഈ റെസ്ട്രിക്ഷനിൽ നിന്ന് പുറത്തു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസത്തിൽ വന്നിട്ടുള്ളത്. അതായത് ഗോൾഡിൻ്റെ വാല്യൂവിൻ്റെ 85% വരെയും 2.5 ലക്ഷം വരെയുള്ള എമൗണ്ടിന് ലോൺ എടുക്കുമ്പോൾ ലഭിക്കും എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടു മണപ്പുറം ഫിനാൻസും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ മുത്തൂറ്റ് ഫിനാൻസും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണാം വലിയൊരു റാലിയോട് കൂടി 2446 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസും അതുപോലെ വരും ദിവസങ്ങളിൽ ഒരു റാലിയോടുകൂടി നിയർലി ഒരു 20% ഒക്കെ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ് എന്നുള്ള കമ്പനി റിയാലിറ്റി സെക്ടറിൽ നിന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനി കഴിഞ്ഞ വീക്കിലും 1740 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. RBIയുടെ പുതിയ റേറ്റ് കട്ടോടുകൂടി റിയാലിറ്റി സെക്ടറിലെ
സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പ്രസ്റ്റീജ് മാത്രമല്ല, ശോഭയും നമ്മൾ കഴിഞ്ഞ വീക്കിൽ നന്നായി പെർഫോം ചെയ്യുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ പ്രസ്റ്റീജും വരും ദിവസങ്ങളിലൊരു നിയർലി 20% ഒക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ ശോഭയുടെ സ്റ്റോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശോഭ ലിമിറ്റഡ് റിയാലിറ്റി എന്നുള്ള വേറെ സ്റ്റോക്കാണ്. 1679 ഒരു പുതിയ റാലിയോട് കൂടിയാണ് ശോഭയും കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശോഭയും വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ആസ്ട്രാസെനിക്ക ഫാമ 23% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ശോഭ ലിമിറ്റഡ് 20% ഉയർന്നും, കൊച്ചിൻ ഷിപ്പ്യാർഡ് 20% ഉയർന്നും, BSE 19% ഉയർന്നും, മുത്തൂറ്റ് ഫിനാൻസ് 18% ഉയർന്നും, റിലയൻസ് പവർ 18% ഉയർന്നും, ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ് 17% ഉയർന്നും, CDSL 17% ഉയർന്നും, KFin ടെക്നോളജീസ് 16% ഉയർന്നും, ന്യൂലാൻഡ് ലബോറട്ടറീസ് 16% ഉയർന്നും, കോൺകോഡ് ബയോടെക് 15% ഉയർന്നും, ബ്രിഗേഡ് എൻ്റർപ്രൈസ് 15% ഉയർന്നും, വാലോർ എസ്റ്റേറ്റ് 15% ഉയർന്നും, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 15% ഉയർന്നും, എറ്റേണൽ 14% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ 3565.9 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 25,513.5 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 30th May 24,750 ക്ലോസ് ചെയ്തിരുന്നത്. 2nd June 34 പോയിൻറ്റ്സ് താഴ്ന്നും, 3rd June 174 പോയിൻറ്റ്സ് താഴ്ന്നും, 4th June 77 പോയിൻറ്റ്സ് ഉയർന്നും ആണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം 5th June 130 പോയിൻറ്റ്സ് ഉയർന്നും, 6th June 252 പോയിൻറ്റ്സ് ഉയർന്ന് നിഫ്റ്റി 25,000 മുകളിൽ 25,003 കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിക്ക് 252 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റി ജൂൺ മന്തിൽ 252 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 200 DMA വരുന്നത് 24,076 ആണ്. അതിന് മുകളിൽ 20 DMA വരുന്നത് 24,797ഉം, 50 DMA വരുന്നത് 24,137 ആണ്. 100 DMA വരുന്നത് 23,552 അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 24,844ഉം, അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 25,187, 25,372, 25,715, 25,781, 26,446 എന്നീ ലെവലുകളാണ്. അത് സമയം 24,844 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 24,600, 24,317, 24,132, 23,420, 22,905 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം നമ്മൾ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,781ഉം ലോവർ റേഞ്ച് 24,317 ആണ്. അതേസമയം പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 24,844 ആയിരിക്കും. അടുത്തതായി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് LNT ഫിനാൻസ് ആണ്. LNT ഫിനാൻസ് എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ലൊരു റാലിയോടുകൂടി 189 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് LNT ഫിനാൻസ് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 207 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ വീക്ക് LNT ഫിനാൻസ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ടുള്ള സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിലൊരു 71 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 71 മുകളിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ അടുത്തൊരു റെസിസ്റ്റൻസ് 79 ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. അതുപോലെ അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഇർക്കോൺ ഇൻ്റർനാഷണൽ, ജീനസ് പവർ, IDBI, ഹിന്ദുസ്ഥാൻ സിങ്ക്, അതുപോലെ LT ഫുഡ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടോടുകൂടി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. എല്ലാവർക്കും വളരെ നല്ലൊരു പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. താങ്ക്
സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.